ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പത്തോറുടെ സ്പെഷ്യൽ മോമോസ് ആണ് കേട്ടോ. അന്ന് സാബിയാൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് സാബിയ മോമോസിനെ കുറിച്ച് പറയണത്. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാനും ഉമ്മയും കൂടി വിചാരിച്ചു നമുക്കിന്ന് മോമോസ് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ ഒന്നല്ല രണ്ട് തരത്തിലുള്ള മോമോസ് ഉണ്ടാക്കി. അപ്പം നമ്മൾ മോമോസിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടാലോ. ഞാൻ 2 വലിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉരുളൻകിഴങ്ങ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചിക്കനെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലാണ് കേട്ടോ മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം സബോള ഇട്ട് കൊടുത്തു, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. അപ്പോൾ സബോള ഏകദേശം ഒന്ന് വഴറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം പെരിജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചിക്കന് ഇതിലേക്ക് ഇടണം. ചിക്കനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കന് മസാലയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. 1 മിനിറ്റോളം അങ്ങനെ തന്നെ വേവിക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇല്ലേ, അതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ഇടേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പ് പുതിനൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇളക്കി വേവിക്കാം കേട്ടോ. ഇതിനെ നമ്മൾ മസാല തയ്യാറായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനൊരു കപ്പോളം മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തതിന് ശേഷം ഇതേപോലത്തെ വല്ല ഗ്ലാസ്സോ മറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ ഈ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കണം കേട്ടോ. ഉമ്മയാണ് ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ ഓരോ ഷേപ്പൊക്കെ ആക്കി തന്നത്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് അതിൽ നിറച്ചതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. എന്നതിന് ശേഷം കുറച്ച് വെള്ളം നനയ്ക്കണം നന്നാവും കേട്ടോ. വെള്ളം നനച്ചിട്ടാണ് ഉമ്മ ചെയ്തത്. ഇതേപോലെ ഉമ്മ കാണിക്കണ പോലെ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. അതിന് ശേഷം അതിലത്തെ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആവണ പോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉമ്മ അതിനെ ഇങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഇതേപോലത്തെ ഫ്ലവർ പോലത്തെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ നമ്മൾ 2 തരം ഷേപ്പിൽ ചെയ്തു. ഒന്ന് ഇതേപോലെ ഫ്ലവർ പോലത്തെ ഷേപ്പിലും ചെയ്തു, പിന്നെ മറ്റേത് കിഴി പോലത്തെ ഷേപ്പിലുമാണ് കേട്ടോ ചെയ്തത്. ഇതേപോലെ ഫ്ലവർ പോലത്തെ ചെയ്തത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കിഴി പോലെ ചെയ്തത് നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ കിഴി പോലെ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഫസ്റ്റ് ആ റൗണ്ടുള്ള പത്തിരിയിൽ നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുത്തു. അതിന് ശേഷം രണ്ടായിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തിരത്തെടുക്കില്ല, ഇതിനെന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞായിട്ട് എടുത്തു. അപ്പോൾ അത് ഏകദേശം ഇതാ കിഴി പോലെ കിട്ടി. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതേപോലത്തെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ, ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളെല്ലതും വെച്ചെടുത്തു. ഇനി നമുക്കിതിനെ മൂടിയിട്ട് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മോമോസ് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മോമോസിൽ ഒതുങ്ങണില്ല. ഇന്ന് നമ്മൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഏകദേശമായി. സത്യം പറയാമല്ലോ, എനിക്ക് മോമോസ് സ്റ്റീം ചെയ്ത മോമോസാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നന്നായി കഴിച്ചു. എനിക്ക് പൊരിച്ചെടുത്തതിനേക്കാൾ അടിപൊളി സ്റ്റീം ചെയ്തത് തന്നെയായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറി വെച്ചതും നെയ്ച്ചോറും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.